നമസ്കാരം. തമിഴിലും ഹിന്ദിയിലും റിലീസ് ചെയ്തിരിക്കുന്ന ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്തിരിക്കുന്ന മെറി ക്രിസ്മസ്, കത്രീന കൈഫ്, വിജയ് സേതുപതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ജോണി ഗദ്ദർ, ബദ്ലാപൂർ, അന്ധാധുൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ശ്രീറാം രാഘവന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമ കൂടെയാണ് മെറി ക്രിസ്മസ്. അന്ധാധുനൊക്കെ ഒരു ഗംഭീര അനുഭവം തന്നെയായിരുന്നു. നിങ്ങളും തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. മുംബൈ, ബോംബെ എന്നറിയപ്പെട്ടിരുന്ന കാലത്താണ് ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ക്രിസ്മസ് ദിവസമായി ബന്ധപ്പെട്ടാണ് കഥ നടക്കുന്നതും. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആൽബർട്ട് എന്ന കഥാപാത്രം. ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായൊന്നും അപ്പോൾ പറയുന്നില്ല, മെല്ലെയാണ് നമ്മൾ അറിയുന്നത്. അന്ന് വൈകുന്നേരം പുറത്തു പോയ സമയത്ത് മരിയ എന്ന സ്ത്രീയെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു. സംസാരിക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞും ഒരു വലിയ ടെഡി ബിയറും കൂടെയുണ്ട്. പിന്നീട് ഇവർ തമ്മിൽ സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു. തുടർ സംഭവങ്ങളൊക്കെയാണ് മെറി ക്രിസ്മസ് എന്ന സിനിമ നമ്മളോട് പറയുന്നത്. വളരെ ഫാസ്റ്റായ ത്രില്ലർ സിനിമകളൊക്കെ കാണുന്ന ഒരു സമയമായിരിക്കാം ഇപ്പോൾ. അവിടേക്കാണ് ശ്രീറാം രാഘവൻ സ്ലോ ബേണിംഗ് ത്രില്ലർ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടുപേരുടെ സംസാരവും അതിലൂടെ ആ കഥാപാത്രങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തി ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മെറി ക്രിസ്മസ് എന്ന സിനിമ. അപ്പോഴും അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അദ്ദേഹം തൻ്റേതായ ഒരു ശൈലിയിലാണ്. ഒരു ത്രില്ലർ പശ്ചാത്തലത്തിൽ രണ്ട് കഥാപാത്രങ്ങളുടെ സ്റ്റഡി, അവരുടെ പ്രണയം, ജീവിതമൊക്കെയാണ് മെറി ക്രിസ്മസ് വരച്ചിടുന്നത്. അന്ധാധുൻ എന്ന സിനിമയുമായുള്ള താരതമ്യമൊക്കെ തീർച്ചയായും ഈ സിനിമ കാണുമ്പോൾ വന്നേക്കാം. രണ്ടും രണ്ട് വ്യത്യസ്ത സിനിമകളാണ്, രണ്ട് വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റാണ്. കമ്പയർ ചെയ്തിട്ടാണ് ഈ സിനിമയെ നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിരാശയുണ്ടായേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കായ സിനിമ തന്നെയാണ് മെറി ക്രിസ്മസ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു തമിഴിലും ഹിന്ദിയിലും ചിത്രം വന്നിട്ടുണ്ടെന്നുള്ളത്. ഞാൻ കണ്ടത് തമിഴ് വേർഷനാണ്. വിജയ് സേതുപതിയാണ് ആൽബർട്ട് എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. ഗംഭീരമായി തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രം എന്താണ് എന്നുള്ളത് പതുക്കെ പതുക്കെയാണ് റിവീൽ ചെയ്തെടുക്കുന്നത്. അതായത് ഓരോ ഘട്ടങ്ങളിലായിട്ടാണ്. അതിനൊപ്പം അയാൾക്കുണ്ടാകുന്ന ചില ട്രാൻസിഷൻസ് കൂടെയുണ്ട്. അതൊക്കെ കൺവിൻസിംഗ് ആയി തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാൻ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് അയാളുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അത് നമുക്ക് കൂടെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നതിൽ വിജയ് സേതുപതി വിജയിക്കുന്നുണ്ട്. കരിയറിലെ ബെസ്റ്റ് പ്രകടനങ്ങളിൽ ഒന്നായി തന്നെ പരിഗണിക്കാം. മരിയ എന്ന കഥാപാത്രമായാണ് കത്രീന കൈഫ് എത്തുന്നത്. ഡീസൻറ്റ് പ്രകടനം തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു ട്വിസ്റ്റ് വന്നതിന് ശേഷമുള്ള മൊമെൻറ്റ്സ് ഒക്കെ നല്ല രസമായി തന്നെ അവർ സ്ക്രീനിൽ ചെയ്തിട്ടുമുണ്ട്. രാധിക ശരത് കുമാർ പോലീസ് ഓഫീസർ ആയിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. പക്ഷേ ആ കഥാപാത്രം വെൽ റിട്ടേൺ ആണ് എന്ന് എനിക്ക് തോന്നിയില്ല. തമാശയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു പഞ്ച് എവിടെയും ഇല്ലായിരുന്നു. രാധിക ആപ്തെ, ഗായത്രി ശങ്കർ എന്നിവർ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും സഞ്ജയ് കപൂറും തൻ്റെ റോൾ കിടിലനായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു രാത്രിയാണ് സിനിമയിൽ പ്രധാന ഭാഗമായിട്ട് എത്തുന്നത്. വിഷ്വൽസ്, സംഗീതം എന്നിവ നന്നായി തന്നെ അനുഭവപ്പെട്ടു. ക്രിസ്മസ് കാലം എന്നുള്ളത് കളർ ടോണിലും രസമായി തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ള ലൈറ്റിംഗ് പരിപാടിയൊക്കെ കൊള്ളാം. മധു നീലകണ്ഠനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടം എന്ന് പറയുമ്പോഴും നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ക്രീനിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സംഭാഷണങ്ങളും സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു, അവർക്കിടയിലെ സ്പേസ് വരുന്നു. ആദ്യത്തെ കുറേ സമയം ഇവരുടെ സംഭാഷണങ്ങളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണോ ആ സീനുകൾ എന്ന് ചോദിച്ചാൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന വിധത്തിലായിട്ടല്ല തോന്നിയത്. പക്ഷേ അതിന് റെലവൻസ് ഉണ്ട്. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ആകെ സിനിമയിൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഈ പോലീസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സീനുകളായിരുന്നു. അതിനെ കുറച്ചുകൂടെ മികച്ച രീതിയിൽ സിനിമയിൽ പരിഗണിക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ നല്ലൊരു അനുഭവം തന്നെയാണ് ശ്രീറാം രാഘവന്റെ മെറി ക്രിസ്മസ് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ട് കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്ര എന്നത് അവരുടെ പാസ്റ്റ്, വിവാഹ ജീവിതം, പ്രണയമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്നും ക്രിസ്മസ് രാത്രിയിലെ സംഭവങ്ങളിലൂടെയുള്ള യാത്ര വരുമ്പോൾ അവർക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ് രസമായി തന്നെ ബിൽഡ് ചെയ്തിട്ടുമുണ്ട്. ഒരു ഗംഭീര വർക്ക് എന്ന നിലയിൽ ഫീൽ ചെയ്തില്ല. കൊള്ളാമെന്ന് ചുരുക്കി പറയാം. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.